ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പുതിയ അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഐസിഎയുടെ അന്താരാഷ്ട്ര സഹകരണ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഇറ്റലി സന്ദർശനം പുരോഗമിക്കുന്നു. യൂറോപ്പിലെ നിർണായക സഖ്യകക്ഷിയാണ് ഇറ്റലിയെന്ന് വിദേശകാര്യമന്ത്രി. ഇന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം. അബ് കോയി ബഹാന നഹി പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര സർക്കാർ ഇന്ന് തുടക്കം കുറിക്കും. കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള കർമ്മ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിനം വിജയം ഉറപ്പിക്കാൻ ഇന്ത്യ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 19 സിറ്റിംഗുകളാണ് ഇത്തവണയുള്ളത്. അതേസമയം ഭരണഘടനാ ദിനത്തോട് അനുബന്ധിച്ച് നാളെ സഭാ സമ്മേളനം ഒഴിവാക്കിയിട്ടുണ്ട്. ഭരണഘടനാ ദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങ് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നാളെ നടക്കും. സമ്മേളനത്തിൽ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കണമെന്നും അദ്ദേഹം ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. सिर्फ अनुरोध यही करते हैं कि सदन अच्छा से चले, हंगामा ना हो. कोई भी विषय पार्लियामेंट में रखता है तो शांतिपूर्वक उस विषय को चर्चा होगा तो बहुत लाभ मिलेगा. हर सदस्य चर्चा में भाग लेना चाहता है, लेकिन सदन अच्छी तरह से चलना चाहिए. സഭാ മര്യാദ ഉന്നത നിലവാരത്തോടെ പാലിക്കാൻ ലോക്സഭാ അംഗങ്ങളോട് സ്പീക്കർ ഓം ബിർല. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് സ്പീക്കറുടെ പരാമർശം. ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. सभी समाज के भी संविधान का सम्मान करते हैं, संविधान की मूल भावना, विचार और विश्वास भरोसा करते हैं. ये किसी दल का नहीं है, देश के 140 करोड़ लोगों का धर्म ग्रंथ है जो आज भी हमारा मार्गदर्शन करता है. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം നേടാനും സൃഷ്ടിപരമായ ചർച്ചകളുടെ ഭാഗമാകാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച നിയുക്ത എംപി പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിനോടൊപ്പമാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. ഐസിഎ ഗ്ലോബൽ കോ ഓപ്പറേറ്റീവ് കോൺഫറൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ സഖ്യം ഐസിഎയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് ആദ്യമായാണ് ആഗോള സഹകരണ കോൺഫറൻസ് ഇന്ത്യയിൽ നടത്തുന്നത്. 2025 അന്താരാഷ്ട്ര സഹകരണ പ്രസ്ഥാന വർഷമായി ആചരിക്കുന്നതിന് മുന്നോടിയായുള്ള സ്മാരക സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യുവ നേതൃ സംഗമത്തിനായുള്ള രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. 15 മുതൽ 29 വയസ്സുവരെ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് മൈ ഭാരത് പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ ക്വിസിൽ പങ്കെടുത്ത് തുടർ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടാം. യുവതീ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംവദിക്കാനും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരം ലഭിക്കും. ഇന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് ദിനാചരണം ലക്ഷ്യം വയ്ക്കുന്നത്. 1960-ൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്ന മിറാബെൽ സഹോദരിമാർ കൊല ചെയ്യപ്പെട്ട ദിനമാണ് ഇന്ന്. 2000 മുതലാണ് UN സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ദിനമായി ഈ ദിവസം ആചരിച്ചു തുടങ്ങിയത്. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്ക് എതിരെ അവബോധം സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമിടും. അബ് കോയി ബഹാന നഹി എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം, ഗ്രാമീണ വികസന മന്ത്രാലയം, UN വിമൺ എന്നിവരുടെ ആഭിമുഖ്യത്തിലാകും സംഘടിപ്പിക്കുക. ജാർഖണ്ഡിൽ INDA മുന്നണി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 28-ന് നടക്കും. റാഞ്ചിയിൽ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച ശേഷം JMM നേതാവ് ഹേമന്ത് സോറനാണ് ഇക്കാര്യം അറിയിച്ചത്. 56 നിയുക്ത MLAമാരുടെ പിന്തുണക്കത്തും അദ്ദേഹം ഗവർണർക്ക് കൈമാറി. 81 അംഗ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ INDA മുന്നണി 56 സീറ്റ് നേടിയിരുന്നു. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ
ചന്ദ്രശേഖർ ബവൻകുലെ, എൻസിപി നേതാവ് അജിത് പവാർ എന്നിവരുടെ അധ്യക്ഷതയിൽ അതത് പാർട്ടികളുടെ യോഗം ചേർന്നു. ശിവസേനയും നിയമസഭാ കക്ഷിയോഗം സംഘടിപ്പിച്ചു. 288 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ 230 സീറ്റ് നേടിയാണ് ബിജെപി, ശിവസേന, എൻസിപി എന്നിവർ ഉൾപ്പെട്ട മഹായുതി സഖ്യം ഭരണ തുടർച്ച ഉറപ്പാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. യൂറോപ്പിലെ നിർണായക സഖ്യകക്ഷിയാണ് ഇറ്റലിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യൻ എംബസിയുടെ റോമിലെ പുതിയ നയതന്ത്ര കാര്യാലയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യൂറോപ്പിനും ഏഷ്യയ്ക്കും ഗുണകരമാകുമെന്നും ശ്രീ ജയശങ്കർ പ്രത്യാശ പ്രകടിപ്പിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇറ്റലിയിലെത്തിയ വിദേശകാര്യമന്ത്രി ഫിഗിയിൽ നടക്കുന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും MED മെഡിറ്ററേനിയൻ ഡയലോഗിന്റെ 10ാം പതിപ്പിലും പങ്കെടുക്കും. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിഴക്കൻ മേഖല രാജ്യവികസനത്തിന്റെ ചാലക ശക്തിയാണെന്നാണ് താൻ കണക്കാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒഡീഷ പർബ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. एक समय था जब भारत के पूर्वी हिस्से को, ओडिशा जैसे राज्यों को पिछड़ा कहा जाता था, लेकिन मैं भारत के पूर्वी हिस्से को देश के विकास का ग्रोथ इंजन मानता हूं. आज पूरे पूर्वी भारत में कनेक्टिविटी के काम हो, स्वास्थ्य के काम हो, शिक्षा के काम हो, सभी में तेजी लाई गई है. ഒഡീഷയുടെ വികസനത്തിന് മുൻ വർഷത്തെ അപേക്ഷിച്ച് 30% അധികം ബജറ്റ് ഈ വർഷം അനുവദിച്ചിട്ടുണ്ടെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കർമ്മ പദ്ധതി ഉദ്ഘാടനവും അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ കണ്ണൂരിൽ നിർവഹിക്കും. 1 വർഷം നീണ്ട കർമ്മ പദ്ധതിക്കാണ് ബാങ്ക് തുടക്കം കുറിക്കുന്നത്. ഓസ്ട്രേലിയയ്ക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിനമായ ഇന്ന് വിജയം ഉറപ്പിക്കാനാണ് ഇന്ത്യൻ സംഘം ഇറങ്ങുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 7:50 മത്സരം ആരംഭിക്കും. പെർത്തിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 12 റൺസ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. 7 വിക്കറ്റ് മാത്രം ശേഷിക്കെ ആതിഥേയർക്ക് ജയിക്കാൻ ഇനിയും 522 റൺസ് വേണം. 3ാം ദിനം വൈകിട്ട് ഇന്ത്യൻ സംഘം ഓസീസ് ബാറ്റിംഗ് നിരയെ തകർത്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കളിക്കാരായി ഋഷഭ് പന്തും ശ്രേയസ് അയ്യരും. സൌദി അറേബ്യയിൽ നടക്കുന്ന IPL മെഗാ ലേലത്തിന്റെ ആദ്യ ദിനത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തിനെ 27 കോടി രൂപയ്ക്ക് ലക്നൌ സൂപ്പർ ജയന്റ്സ് സ്വന്തമാക്കി. IPL ജേതാവായ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ 26.75 കോടി രൂപയ്ക്കും സ്പിന്നർ യുസ്വേന്ദ്ര ചാഹലിനെ 18 കോടി രൂപയ്ക്കും പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. 2ാം ദിനമായ ഇന്ന് ലേലം പൂർത്തിയാകും. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സിംഗപ്പൂരിൽ തുടക്കമാകും. ഇന്ത്യൻ താരം ഡി ഗുഗേഷും ചൈനയുടെ ഡിങ് ലിറനുമാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 കളി തുടങ്ങും. ഡിസംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന കിരീടപ്പോരിൽ ആകെ 14 മത്സരങ്ങളാണ് ഉള്ളത്. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCയെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതോടെ തുടർച്ചയായ 3 മത്സരങ്ങളുടെ പരാജയത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിരാമമിട്ടു. ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദ് FC ഒഡീഷ FCയെ നേരിടും. ഹൈദരാബാദിലെ GMC ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കേരളം സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ടിന് യോഗ്യത നേടി. പുതുച്ചേരിയെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനൽ റൌണ്ട് യോഗ്യത നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പുതിയ അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ICAയുടെ അന്താരാഷ്ട്ര സഹകരണ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഇറ്റലി സന്ദർശനം പുരോഗമിക്കുന്നു. യൂറോപ്പിലെ നിർണായക സഖ്യകക്ഷിയാണ് ഇറ്റലിയെന്ന് വിദേശകാര്യമന്ത്രി. ഇന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം. അബ് കോയി ബഹാന നഹി പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര സർക്കാർ ഇന്ന് തുടക്കം കുറിക്കും. കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള കർമ്മ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിനം വിജയം ഉറപ്പിക്കാൻ ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.